UDF സർക്കാരിന്റെ കന്നി ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് റബ്ബർ കർഷകർ. തറവില 400 രൂപയെങ്കിലും ആക്കി ഉയർത്തുകയും ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് തൊഴിലാളികളെ ലഭ്യമാക്കുന്നതിനും കൂടുതൽ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും വേണ്ട പ്രഖ്യാപനങ്ങൾ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. സർക്കാരുകൾക്കൊപ്പം റബ്ബർ ബോർഡ് ശക്തമായി ഇടപെട്ടെങ്കിൽ മാത്രമേ റബ്ബർ കൃഷി ആദായകരമാകുകയുള്ളൂ എന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് സംബന്ധിച്ച കർഷകരുടെ പ്രതികരണങ്ങളുമായി കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ജില്ലയുടെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിലൊന്നായിരുന്നു റബ്ബർ. എന്നാൽ അടുത്ത കാലത്ത് റബ്ബറിൻ്റെ വില കുറഞ്ഞത് കർഷകരെ ഇതിൽ നിന്നും പിന്നോട്ടടിച്ചിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി റബ്ബറിൻ്റെ വില കയറി വരുമ്പോൾ റബ്ബർ കാർഷിക മേഖല വലിയ പ്രതീക്ഷയിലാണ്, അല്ലെ ഉണർവിൻ്റെ പാതയിലാണ്. ഈ ബജറ്റിൽ റബ്ബർ കാർഷിക മേഖലയ്ക്ക് എന്തൊക്കെ ലഭിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് കർഷകർക്കുള്ളത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മോടൊപ്പം കുറച്ച് റബ്ബർ കർഷകരാണ് ഉള്ളത്. ആദ്യം ഒരു ഈപ്പൻ ചേട്ടനാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ ബജറ്റ് വരാൻ പോകുന്നു. അപ്പോൾ കർഷകർ എത്രത്തോളം പ്രതീക്ഷയോടെയാണ് കാണുന്നത്? VD സതീശൻ സർക്കാരിന് പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ 250 രൂപ എന്നുള്ളതും കർഷകർക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത് 250 സ്ഥാനത്ത് 260, 270 ആ രീതിയിലാണ് വില. പക്ഷേ ഇതൊന്നും യഥാർത്ഥ കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഈ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് ഉൽപ്പാദന ചെലവ് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച്. അതാണോ കർഷകരെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്? ഈ ഉൽപ്പാദന ചെലവ് ഇപ്പോഴും നല്ല കൂടുതലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പണ്ട് കാലത്ത് ഇത്രയും ഉൽപ്പാദന ചെലവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉൽപ്പാദന ചെലവ് കൂടുതൽ, വെട്ടുകൂലി കൂടുതൽ, വെട്ടുകാരില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മോടൊപ്പം മറ്റൊരു ഈപ്പൻ ചേട്ടനും കൂടെയുണ്ട്. അദ്ദേഹവും ഇവിടുത്തെ ഈ മണർകാട് മേഖലയിലുള്ള ഒരു റബ്ബർ കർഷകൻ തന്നെയാണ്. ഈ റബ്ബർ ബോർഡിൻ്റെ ചെയർമാനായിട്ടൊരു കോട്ടയംകാരൻ തന്നെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ബജറ്റും വരാൻ പോകുന്നു. ഇതൊക്കെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ഹരി എന്ന് പറഞ്ഞ അദ്ദേഹം ചെയർമാൻ ആയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം റബ്ബർ കർഷകരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ റബ്ബർ മേഖലയിൽ ഇപ്പോൾ ഈ 250 തറവില പോരാ, ഒരു 300 രൂപയെങ്കിലും വെക്കണം. അതുപോലെ തന്നെ തൊഴിലാളികളെ ആവശ്യത്തിന് ലഭ്യമാകുന്ന പദ്ധതികൾ റബ്ബർ ബോർഡ് ആവിഷ്കരിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ റബ്ബർ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ അധികമുണ്ട്. നമുക്ക് ഉൽപ്പാദന ചെലവ് എത്രയാണെന്ന് കണക്കാക്കണം. ആ കണക്കാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയത്. അത് നമുക്ക് കോസ്റ്റ് സ്റ്റഡി നടത്തിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കർണാടകയിൽ റബ്ബർ കൃഷിയുള്ള ഒരു മലയാളി കൂടി നമ്മുടെ ഒപ്പമുണ്ട്. TK സന്തോഷാണ്. നമുക്ക് ഈ കർണാടകയിലെ ഒരു കൃഷിയും കേരളത്തിലെ ഒരു കൃഷിയും പരിശോധിക്കുമ്പോൾ ഈ തൊഴിലാളികളുടെ ലഭ്യത, അതുപോലെ കൂലി, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ മേഖലയിലാണ് ഈ കേരളത്തിനെ അപേക്ഷിച്ച് കർണാടകയിലെ കൃഷി ഇച്ചിരി കൂടി ഒരു ആദായകരമായിട്ട് തോന്നാൻ കാരണം? അതിൽ രണ്ട് കാര്യമാണ്. അതിനകത്ത് നമുക്ക് കേരളത്തിൽ ഏകദേശം ഒരു 200 ഡേയ്സ് പോലും ടാപ്പിംഗ് ഡേയ്സ് കിട്ടാറില്ല. പക്ഷേ കർണാടകത്തിൽ അതല്ല. കാരണം കർണാടകത്തിൽ കേരളത്തിൽ നിന്ന് വന്ന് ടാപ്പിംഗ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട്, അവിടെ തങ്ങി അവിടെ താമസിച്ച് ചെയ്യുന്നവരായതുകൊണ്ട് ഏകദേശം നമുക്കൊരു 250 നിന്ന് 300 ഇടയ്ക്ക് ടാപ്പിംഗ് ഡേയ്സ് കിട്ടാറുണ്ട്. അതാണ് ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ടും അതാണ് പോസിറ്റീവ്. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആ ക്ലൈമറ്റുമായിട്ടുള്ള ഒരു വ്യത്യാസത്തിൽ ഈൽഡ് വളരെ കുറവായിരിക്കും കർണാടകത്തിൽ വരുന്നത്. റബ്ബർ മേഖല ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് മാക്സിമം ഒരു ഈൽഡ് ഒരു വർഷം ഒരു 1.5 ലക്ഷം രൂപയായിരിക്കും. അല്ല 1.30 അല്ലെങ്കിൽ 1.40 കർണാടകത്തിലെ കാര്യം ഞാൻ പറയുന്നത്. ഈ 1.40 ഏകദേശം 90,000 രൂപയോളം എക്സ്പെൻസുകളാണ് വരുന്നത്. 90-95 എക്സ്പെൻസാണ്. അപ്പം ബാക്കി എന്ന് പറയുന്നത് ഏകദേശം ഒരു 35,000 നിന്ന് 40,000 രൂപയാണ്. പക്ഷേ ഏതൊരു കൃഷിയും പെർ ഏക്കർ ഒരു 40,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു കർഷകനും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഒരു ഏക്കറിൽ നിന്ന്. ഏറ്റവും മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം കഴിഞ്ഞിട്ട് മുമ്പിലത്തെ വർഷമാണ് നമ്മൾ ഫേസ് ചെയ്തത്. കാരണം 235 രൂപയോളം റബ്ബറിന് ടച്ച് ചെയ്തു. അപ്പോൾ 2.5 രൂപ കിടന്ന കൂലി നേരെ 25% അവർ കൂട്ടി ഏതാണ്ട് 3 രൂപയിലെത്തിച്ചു. അതിനുശേഷം 230 നേരെ വീണ്ടും 180 വന്നു. അപ്പം കൂലി കുറയുന്നില്ല. അപ്പോൾ ഈ കേരളത്തിൽ ഒരുപക്ഷെ തൊഴിലാളികളെ ലഭ്യമാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ റബ്ബർ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇച്ചിരി കാര്യക്ഷമമായ ഇടപെടലുണ്ട്.
ഉണ്ടായെങ്കിൽ ഒരു കുറച്ചുകൂടിയെങ്കിലും ഈ കർഷകരുടെ നഷ്ടം കുറയ്ക്കാൻ കഴിയുമോ? തീർച്ചയായും. കാരണം അതിന് റബ്ബർ ബോർഡ് തൊഴിലാളികളെ എടുക്കുന്നതിന് പകരം റബ്ബർ ബോർഡ് തന്നെ എന്തെങ്കിലും ഒരു കമ്പനി എന്തെങ്കിലും ഫ്ലോട്ട് ചെയ്ത് ആ കമ്പനി ഈ റബ്ബറുകളെല്ലാം എടുത്ത് വെട്ടി പ്രോപ്പറായിട്ട് ലേബർ മാനേജ് ചെയ്ത് വെട്ടുകയാണ്. ഇന്നത്തെ ഒരു 150 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് ഒരു 250 വർക്കിംഗ് ഡേയ്സിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പിന്നെ ഇൻഡസ്ട്രിക്കും നല്ലതാണ്, കർഷകർക്കും നല്ലതാണ്. ഈ തൊഴിൽ തുടർന്ന് പോകണമെങ്കിൽ അത് മാത്രമേ ഓപ്ഷനുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ വിപണി ഇടപെടലിൽ റബ്ബർ ബോർഡ് വലിയ കാര്യക്ഷമമായിട്ടൊന്നും ഒരു കാലഘട്ടത്തും ഇടപെടുന്നില്ല. റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിനോ അതല്ലെങ്കിൽ മറ്റ് വിപണിയിൽ ഇതിൻ്റെ വില നിശ്ചയിക്കുന്നതിനോ പോലും റബ്ബർ ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടാകുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഇനി വരും കാലഘട്ടങ്ങളിലെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അത് സർക്കാരിൻ്റെ ഒരു ശക്തമായ ഇടപെടലുണ്ടായാൽ ആ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇപ്പോഴത്തെ ബോർഡ് ചെയർമാൻ അതിനുവേണ്ടി മുൻകൈ എടുക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ റബ്ബർ കൃഷി ഇപ്പം തന്നെ എല്ലാവരും തുണ്ടായിട്ട് ഭൂമി വിൽക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ നെക്സ്റ്റ് ജനറേഷൻ ഒരു പുതിയ തലമുറ ഈ റബ്ബർ വെട്ടാനായിട്ട് വരുന്നില്ല. അങ്ങനൊരു കുഴപ്പമുണ്ട്. പിന്നെ ഈ അന്യസംസ്ഥാനക്കാരെയൊക്കെ ഇത് പരിശീലിപ്പിച്ചാൽ കുറേയൊക്കെ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഏതായാലും ഈ UDF സർക്കാർ ഇപ്പോൾ 250 രൂപയെങ്കിലും തറവില പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇപ്പോൾ ഈ പഴക്കൃഷികളിലേക്കൊക്കെ പോയവരൊക്കെ തിരികെ റബ്ബർ കൃഷിയിലേക്ക് അടുത്ത കാലത്തെങ്കിലും മടങ്ങി വരുമോ? എനിക്ക് വലിയ പ്രതീക്ഷയില്ല അതിൽ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ ഇപ്പം കർണാടകത്തിൽ 250 ദിവസം വരെ കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ കേരളത്തിൽ എൻ്റെ അനുഭവത്തിൽ 110 ദിവസമാണ് റബ്ബർ ടാപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് എങ്ങനെയൊക്കെ ആയാലും കൂടി ശ്രമിച്ചാൽ ഒരു 10-20 ദിവസം കൂടെ ചിലപ്പം കിട്ടിയെന്ന് വരാം. റബ്ബർ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഒരു സമഗ്രമായ പാക്കേജ് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറായെങ്കിൽ മാത്രമേ ഈ മേഖല രക്ഷപ്പെടുകയുള്ളൂ. അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനൊപ്പം തന്നെ റബ്ബർ ബോർഡും വിപണിയിൽ ഇടപെടുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് കർഷകർ പങ്കുവയ്ക്കുന്നത്. കോട്ടയം മണർകാട് നിന്നും ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.